നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ടീം ഇന്ത്യയെ പരാജയം തുറച്ചു നോക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയ 549 എന്ന ടാർഗറ്റ് അത് ചേസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. അപ്പോൾ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ 7 മണിക്കൂർ സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. പക്ഷേ ഇന്നത്തെ സായാഹ്നത്തിൽ നമുക്ക് ഓൾറെഡി 2 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു. 27-2 എന്ന നിലയിലാണ് ഇന്ന് സ്റ്റംസിൻ്റെ സമയത്ത് ഇന്ത്യയുള്ളത്. സോ പരാജയം നമ്മളെ തുറിച്ചു നോക്കുന്നു. 549 റൺസ് ടാർഗറ്റാണ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വി ആർ ട്രയലിംഗ് 522. ഇന്ത്യക്ക് വിജയിക്കാൻ 522 റൺസ് വേണം നാളത്തെ ദിവസം. അത് സംഭവിക്കുന്ന ആരും കരുതുന്നില്ല. കയ്യിലുള്ള 8 വിക്കറ്റ് വെച്ച് സർവൈവ് ചെയ്തു പോകുമോ എന്നതാണ് ചോദ്യം. ഇന്ന് ഇന്ത്യയുടെ ഇന്നിങ്സിൽ യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്തിട്ട് 17 റൺസിൽ സ്കോർ എത്തിയപ്പോൾ ജയ്സ്വാൾ പുറത്തായി. ജയ്സ്വാളിൻ്റെ മാർക്കോ എൻസൻ KL വരേൻ്റെ കൈകളിലേക്ക് എത്തിക്കായിരുന്നു. 20 പന്തിൽ നേരിട്ട ജയ്സ്വാൾ ഒരു 4ഉം ഒരു 6ഉം അടക്കം 13 റൺസ് എടുത്ത് മടങ്ങി. പിന്നെ KL രാഹുലിനെ സിമോൺ ഹാർബർ ബൗൾഡാക്കുകയായിരുന്നു. അദ്ദേഹം ആ റീച്ചിലാണെന്ന് കരുതി അവിടെ അടിക്കാൻ വേണ്ടി പോയി. ബോൾ കുത്തിത്തിരിഞ്ഞു, സ്റ്റമ്പും കൊണ്ടുപോയി. അതാണ് നാളെ കിട്ടാനുള്ളത്. അതിൻ്റെ ഒരു സാമ്പിളാണ് ആ ബോളിൽ കിട്ടിയത്. വെറും 6 റൺസ്, 29 പന്തിൽ നേരിട്ട് 6 റൺസ്. സായി സുദർശന് കൂട്ടായിട്ട് കുൽദീപ് യാദവിനെയാണ് ഇറക്കിയത്. കഴിഞ്ഞ ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം ബോളുകൾ ഫേസ് ചെയ്തത് കുൽദീപാണല്ലോ. സോ നൈറ്റ് വാച്ച്മാൻ ഏതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ മറ്റ് ബാറ്റർമാരുടെ പ്രകടനം നോക്കുമ്പോൾ പ്രധാന ബാറ്ററായിട്ട് തന്നെ കൂട്ടണം. അങ്ങനെയാണ് ഇപ്പോൾ കുൽദീപിൻ്റെ അവസ്ഥ. സോ കുൽദീപ് 22 പന്തിൽ നേരിട്ട് 4 റൺസ്. സായി സുദർശൻ 25 പന്തിൽ നേരിട്ട് 2 റൺസ്. അതിനിടയ്ക്ക് സായി സുദർശൻ ഒരു LBW അപ്പീൽ രക്ഷപ്പെട്ടു പോയതാണ്. സൗത്ത് ആഫ്രിക്ക റിവ്യൂ എടുത്തു. ഇമ്പാക്റ്റ് അമ്പയേഴ്സ് കോൾ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതാണ് അവസ്ഥ. ചുരുക്കത്തിൽ 27-2 എന്ന് പറയുമ്പോൾ പരാജയം ഇന്ത്യയെ തുറിച്ചു നോക്കുന്നു. നാളത്തെ 3 സെഷനുകളും സർവൈവ് ചെയ്ത് നിൽക്കണം. 8 വിക്കറ്റും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്തും സംഭവിക്കാം. കൂടുതൽ സാധ്യത പരാജയപ്പെടാൻ തന്നെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.